ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സോൾ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ എനർജി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. പ്രത്യേകിച്ച് ഇതിപ്പോൾ ഈ ഒരു പൗർണമി ടൈമിംഗ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്താണ് ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു മനസ്സിൽ എന്താണ് കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് ഒന്ന് അറിയാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ പൗർണമി റിച്വലിൻ്റെ പോസ്റ്റ് വന്നില്ലല്ലോ എന്ന് കുറച്ച് പേര് എന്നോട് പേഴ്സണലി ചോദിച്ചിരുന്നു. പൗർണമി റിച്വലിന് ഇപ്രാവശ്യം പോസ്റ്റ് ആയിട്ടുള്ള ഇട്ടിട്ടുള്ളത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോയിൽ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി പൗർണമി റിച്വലിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യം നമ്മൾ ഇപ്പോഴത്തെ ഒരു എനർജിയാണ് എടുക്കാനൊക്കെ പോകുന്നത്. King of Wands, Magician, Three of Swords, Ten of Swords, Four of Pentacles. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു പാഷൻ കാണാം, പവർ കാണാം. അത്രയും സ്ട്രോങ് എനർജീസ് അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് കാണാൻ കഴിയുന്നത്. വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. മേ ബി നിങ്ങളുടെ പേഴ്സണായിരിക്കാം ചിലപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹൈ എനർജിയിൽ ഉണ്ടായ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. എല്ലാം കൊണ്ടും വേറൊരു ലെവലിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഡ്രീം ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത്രയും ഉണ്ടായിരുന്ന ആ ഒരു ഒരു ഏറ്റവും വലിയ ഉയരത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് താഴെ വീഴുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നത്. അതായത് അത്രയും ആ ഉയരത്തിൽ പോകാന്ന് പറയുമ്പോൾ അവിടെ നിന്ന് വീഴുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആക്കം അത്രയും കൂടുതലായിരിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളോട് അത്രയും സ്നേഹം, താല്പര്യം, എനർജി, എഫെക്ഷൻ ഒക്കെ കാണിച്ചിരുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ആ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾ ചിലപ്പോൾ നേരിട്ടിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതായിട്ട് കാണാം. ഈ രണ്ട് എനർജീസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഓക്കെ ആയി വരാൻ ശ്രമിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കാം ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. ഒരിക്കലും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള പോലെയുള്ള ആ ഒരു കാര്യങ്ങളൊന്നും സംഭവിക്കുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. സാഹചര്യം മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവില്ല. അതായത് ചിലർക്കുള്ള പ്രശ്നമാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പോലും അത് മനസ്സങ്ങോട്ട് സമ്മതിച്ചു തരണമെന്നില്ല, അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അവരുടെ ഒരു മൈൻഡ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. ആ ഒരു ബൗണ്ടറി നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ വന്ന് പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അതെല്ലാം ആകെ തളർത്തിക്കളയുന്ന ആ ഒരു ഡീപ്പ് പെയിനും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ ഇത് ഓവറോൾ എനർജി ആയതുകൊണ്ട് ആ ഒരു പേഴ്സൻ്റെ ആണോ നിങ്ങളുടേതാണോ എന്നുള്ളത് നമ്മൾ തറപ്പിച്ച് പറയുന്നില്ല. എങ്കിലും ആ ഒരു ഡീപ്പ് വൂണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഹൈലി നമ്മൾ പറഞ്ഞതുപോലെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് മാഗ്നറ്റിക് ഒരു കണക്ഷൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനാണ് ഈ ഒരു എനർജി സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേർന്നിട്ടുള്ളതെന്നാണ്. അതായത് നമ്മളിങ്ങനെ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് ഉണ്ടാവുന്നതിനേക്കാളും, അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും വലിയ നല്ല അനുഭവങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു സ്വർഗ്ഗലോകത്താണെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഡ്രീം എന്താണോ അതിനേക്കാളും അപ്പുറത്താണെന്നൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒന്ന് താഴെ ഇറങ്ങി വരേണ്ടി വരുന്നൊരവസ്ഥ, ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുക,
നമ്മൾ അത്രയും വിശ്വസിച്ച് കണ്ടിരുന്ന ഒരു വ്യക്തി തന്നെ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന, നമുക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ തരുന്നൊരവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. അതും കൂടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഇപ്പോഴും ഒരു വൈമുഖ്യം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എങ്കിലും ആ ഒരു ബൗണ്ടറി വന്ന് പെട്ടിട്ടുണ്ട്. ചിലർക്ക് ഇത് കംപ്ലീറ്റ്ലി ഒരു ഡെഡ് എൻഡ് ആയി എന്നുള്ളൊരു ഫീലിംഗിലായിരിക്കാം ഇരിക്കുന്നത്. ഇനി ഇതിനകത്തൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു ഫിയർ ചിലപ്പോൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടാവാം. എങ്കിൽ നഷ്ടപ്പെടുത്തി കളയാനും കഴിയില്ല. എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഉപേക്ഷിച്ച് പോവാൻ സാധിക്കില്ല. അതിനകത്ത് വീണ്ടും എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? അല്ലെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണ്, അവരുടെ ഒരു സോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരുപാട് വേദനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു, അവരുടെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. ഷാഡോ, സാക്രിഫൈസ്, വെയിറ്റിംഗ് ഗെയിം, sacral chakra, authority, and one more, triumph. Five of Cups, Page of Swords, the Fool, High Priestess, Two of Cups, and Three of Cups. അപ്പോൾ ഇവിടെ നമുക്ക് ഇവരുടെ ഒരു ഇന്നർ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീവ്രമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുറമേ ഉള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡീപ്പ് വൂണ്ട് അല്ലെങ്കിൽ ഇത് അവസാനിച്ചു പോയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ എൻ്റെ വ്യക്തിക്ക് എന്നോട് സ്നേഹമില്ലേ, അവർ പൂർണ്ണമായിട്ടും എന്നെ ഉപേക്ഷിച്ച് പോയി, എത്രയോ എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ്, അവർക്ക് എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നു, അവർ തമ്മിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ബോർഡർ ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളെ ചിലപ്പോൾ ചിന്താക്കുഴപ്പത്തിലാക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലായിരിക്കാം ചിലപ്പോൾ അവരുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അത്രയും ഡീപ്പായിട്ട് അവരുടെ ഒരു മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു സോൾ എനർജി നിങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഉണ്ടാവുന്നൊരു കാര്യമാണ് നമ്മളുടെ മനസ്സിനുള്ളിൽ ഉള്ളിലുള്ളത് എന്താണോ അത് അതേപടി നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. ചില സമയത്ത് നമുക്ക് നമ്മളുടെ പേഴ്സണോടായിക്കോട്ടെ ആരോടാണെന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം ഇമോഷൻസ് ഒക്കെ തോന്നിയേക്കാം. ചിലപ്പോഴെങ്കിലും അതൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. അത് അതേപടി അവരെ അറിയിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ കഴിയാറില്ല. ചില സമയത്ത് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ പേഴ്സണോട് മാത്രമല്ല ആരോടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ചിലവരോട് ഒരു ഈർഷ്യ ഉണ്ടാവാം. വലിയൊരു താല്പര്യം ഉണ്ടാവണമെന്നില്ല. എങ്കിലും അത് പുറമേ കാണിക്കാതെ നമ്മൾ ചിരിച്ചൊരു ഫേസ് മാസ്ക് ഇട്ട് അത് ചിലപ്പോൾ കവറപ്പ് ചെയ്തെടുക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമാണ് നമ്മളുടെ മനസ്സിലുള്ളത് എന്താണോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് അതേപടി നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് കഴിയാറുള്ളത് ആരോടാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇന്നർ എനർജിയിൽ
അത് വ്യക്തമായിട്ട് തെളിഞ്ഞ് കാണാം എന്നുള്ളതാണ്. പുറമെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു സാഹചര്യം കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വൈസോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള ഒരു മറയോ തടസ്സമോ ഒക്കെ നിങ്ങൾക്കിടയിലുണ്ടെന്നുണ്ടെങ്കിലും മൈൻഡ് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ എവിഡൻ്റ് ആയിട്ട് കാണാം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള ചില സാഹചര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചിലപ്പോൾ ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുള്ളത്. ആ ഒരു ഹാർട്ട് ബ്രേക്ക് വരാനുള്ളൊരു കാര്യം ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ആയിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ തന്നെ ആയിട്ടാണ് നമുക്കിവിടെ കൂടുതലും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പുറമേ കാണിച്ചില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കാണാം ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു കുറ്റബോധമുണ്ട്, വിഷമമുണ്ട്, നഷ്ടബോധമുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ വളരെ ദുഃഖിച്ചിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അവരുടെ മൈൻഡ് ആകെ കോംപ്ലിക്കേറ്റഡ് ആണ്. അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പോലും നമുക്കൊരു എത്തും പിടിയും കിട്ടില്ല എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്നൊരവസ്ഥയിലായിരിക്കും. ഒരുപാട് അവരിതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ അവരുടെ മനസ്സ് അസ്വസ്ഥമാവുന്നുണ്ട്. ആ ഒരു ആങ്സൈറ്റി, ഫിയർ, എനർജിയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ഒരു ലൈറ്റില്ല, അവിടെ ഒരു ഷാഡോ, ആ ഒരു നിഴലാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ ഒരു ഇൻറ്റേർണൽ എനർജിയിൽ ആ ഒരു കൺഫ്യൂഷൻ കിടക്കുമ്പോൾ അതൊരു നമുക്കൊരു ക്ലാരിറ്റി കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളതൊരു ആക്ഷനായിട്ട് മുന്നോട്ടെടുത്ത് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിനകത്തൊരു എത്തും പിടിയും കിട്ടാത്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും അത് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു സംഘർഷാവസ്ഥ നല്ലതുപോലെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ പ്രകടമായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു കുഴപ്പമില്ലേ, ഇവർ ചിലപ്പോൾ വളരെ ആക്റ്റീവായിട്ടായിരിക്കും സമൂഹത്തിൻ്റെ മുന്നിൽ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റേണലി ചിലപ്പോൾ കാണുമ്പോൾ അങ്ങനെയായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ അവരുടെ മൈൻഡ് എത്രത്തോളം വിഷമിക്കുന്നുണ്ട്, കുറ്റബോധം, നിരാശ, സങ്കടം ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്ന ആ ഒരു എനർജിയാണ്. മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അവർക്ക് അതിലൊന്നും പൂർണ്ണമായിട്ടും തൃപ്തി കിട്ടുന്നില്ല. അവരുടെ മനസ്സ് അതൊന്നും കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്കവിടെ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ആ ഒരു സാക്രിഫൈസ് എനർജിയാണ്. ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് പോലും അവർ ആ ഒരു സാക്രിഫൈസ് ചെയ്തതായിരിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിർബന്ധിതമായിട്ട് എത്തിപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരിക്കാം. എങ്കിൽ പോലും അവിടെയും അവർ സ്റ്റണ്ടായിട്ടിരിക്കാനായിട്ട് തീരുമാനിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ചിന്തകളും നിങ്ങളുടെ ഓരോ പ്രവർത്തികളും അറിയാനായിട്ട് ആ ഒരു പേഴ്സൻ്റെ മൈൻഡ് ആഗ്രഹിക്കുന്നതായിട്ടാണ് അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ തീർച്ചയായിട്ടും മറ്റൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു പുറമേ നിന്നുള്ള ഒരു തേർഡ് പാർട്ടി എനർജിയുടെ ഒരു പ്രഷറും കൂടി കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ പുറമെ എത്രയൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞാലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റാരോടെങ്കിലും ഉള്ള ഒരു ഭയം അല്ലെങ്കിൽ ഇൻ്റർഫിയറൻസ് കാരണം ഇതിനകത്ത് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ഇവരുടെ മനസ്സ് അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുകയും നിങ്ങളെ വേണമെന്ന് പറയുകയും നിങ്ങളില്ലാത്തതിൻ്റെ നഷ്ടബോധം അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏഹ്, ചില സമയത്ത് നമ്മളുടെ ഒരു ആഗ്രഹങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരാം. ഇവിടെ കണ്ടതുപോലെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ അത് അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ആ ഒരു മാനസികാവസ്ഥയിലാണ്. എന്നാൽ നമ്മളവിടെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവരെല്ലാ രീതിയിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളാണ്. ചിന്തകളിൽ നിങ്ങളാണ്. ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട് എന്നുള്ളൊരു സംഗതി അവിടെ നമ്മൾ എടുത്ത് കാണേണ്ടതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെയിറ്റിംഗ് ഗെയിമാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും ഇപ്പോൾ പ്രകടമായിട്ട് ഇതിനകത്ത് ഒരു ഭാവിയില്ലേ അല്ലെങ്കിൽ എൻ്റെ പായ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരും വലിയൊരു ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇങ്ങോട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിലും മനസ്സെത്രത്തോളം ഇതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. വീണ്ടും ആ ഒരു റീയൂണിയനായിട്ട് മൈൻഡ് അത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് ചേരാനായിട്ട് അത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനിയും ആ ഒരു സൈക്കിളിൽ നിന്ന് അവർ വിട്ടു പോയിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇപ്പോൾ വെയിറ്റിംഗ് ഫോർ ദ ഡിവൈൻ ടൈം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാറ്റം വരും എന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മടങ്ങി വരാനായിട്ട് അല്ലെങ്കിൽ മടങ്ങി വരുന്നൊരു സമയമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പുറമേയുള്ള പല കാര്യങ്ങളും, പല തടസ്സങ്ങൾ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്നും ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ളതൊന്നും എക്സ്പ്രസ് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റണമെന്നില്ല എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്ന ഒരവസ്ഥയിലായിരിക്കണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ നിങ്ങളുടെ ആ ഒരു സ്പ്രെഡ് എടുത്തപ്പോൾ
അതിനകത്ത് ആ ഒരു ബോർഡർ സെറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു കയ്യകലം വന്നതുപോലെയൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സെയിം നമ്മളോട് ഒരു കാര്യം പറഞ്ഞു സിറ്റുവേഷൻ വന്നെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു എനർജിയാണെന്നുള്ളത്. അപ്പോൾ ഇനിയും ഇതിനകത്ത് ഇത്തരം പ്രോബ്ലംസ് കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അങ്ങനെ വേർപിരിഞ്ഞു പോവോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിച്ചോ എന്ന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുടെ ഒരു എനർജിയാണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സോ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് അവരുടെ പുറമേയുള്ള ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സൈലൻസ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക്ഡ് ആണ്. ആ ഒരു രീതിയിലൊക്കെയാണ് പോകുന്നത്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രകടമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചേ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ എന്നോടൊരു വ്യക്തി ദേഷ്യം കാണിക്കുന്നു, ഓക്കെ അവർക്ക് ദേഷ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ സ്നേഹം കാണിക്കുന്നു, സ്നേഹമാണെന്ന് കരുതുന്നു. അതിനപ്പുറം അവരുടെ ഒരു മനസ്സെന്താണെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെന്നില്ല. അതിനനുസരിച്ചായിരിക്കും നമ്മളും ഓരോ തീരുമാനം എടുക്കുന്നതും ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതും. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയേറെ പ്രഷർ ഈ ഒരു പേഴ്സൺ മനസ്സിനകത്ത് അനുഭവിക്കുകയും ഒരുപാട് കാൽക്കുലേഷൻസ് നടത്തുകയും അവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് മിസ്സിംഗ് ഉണ്ട്. നമ്മൾ പറഞ്ഞു നഷ്ടബോധം, വിഷമം, സങ്കടം എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. പക്ഷെ അതൊന്നും നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ബോർഡർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ അവരുടെ ചിലപ്പോൾ ആ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് തന്നെ ഈ ഒരു പേഴ്സണിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. അവരുടെ ഒരു ഇപ്പം നമ്മൾ ഈ ഒരു സൈക്കിൾ ചക്ര വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാകുന്ന വിശ്വാസം അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഡിസയർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സൈക്കിൾ ചക്ര നമ്മളുടെ സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിലാണ് നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എത്രത്തോളം ഡൗൺ ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് സംഘർഷം അനുഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിനകത്ത് ചില കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറമേക്ക് കാണിക്കാനുള്ള ഒരു ധൈര്യക്കുറവ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ടായെന്ന് വരാം. പക്ഷേ മൈൻഡ് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡീപ്പായിട്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹിഡൻ ആയിട്ട് വളരെ ആഴത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് നിങ്ങളെ ആഗ്രഹിക്കുന്നുള്ളതായിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വശത്ത് ഒരു സംഘർഷാവസ്ഥ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഇന്നർ വോയിസ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട്, നിങ്ങളിൽ കൂടുതൽ ആക്റ്റീവ് ആകാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു ഇന്നർ എനർജി അതിനായിട്ട് ഒരുപാട് അവരെ അതിനായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഒരുപക്ഷെ പുറമേ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് സമ്മതിച്ചു തരുന്ന ഒരു പ്രകൃതമായിരിക്കണം എന്നില്ല. പക്ഷേ എടുത്തു പറയേണ്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ഇന്നർ എനർജി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അവർക്ക് തെറ്റ് പറ്റിയതായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ അനുഭവിക്കുന്ന ഒരു വിഷമമായിക്കോട്ടെ, അതെല്ലാം ആ ഒരു എനർജി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുറമേയുള്ള നമ്മളുടെ ഒരു ഈഗോ കാരണമോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളോ കൊണ്ട് നമ്മൾ പലതും അംഗീകരിച്ച് കൊടുക്കണമെന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡ് അത് അംഗീകരിച്ച് തരുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഇപ്പോൾ കുറച്ച് നേരം നമ്മളുടെ ക്യാമറ ഒന്ന് ഓഫായി പോയിരുന്നതുകൊണ്ട് ചില പാർട്സ് ചിലപ്പോൾ മിസ്സിംഗ് ആവാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് ചിലപ്പോൾ പറഞ്ഞത് കയറി വരാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ കാണുന്ന പോലെ അത്രയും സ്ട്രോങ് ആയിട്ട് അവരുടെ ഒരു മൈൻഡ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. ആ ഒരു കണക്ഷൻ തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടാവാം. ആ ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വളരെ ശക്തമായിട്ട് നിലകൊള്ളാനായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഒരു പ്രൊവൈഡർ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ടറായിട്ട് നിൽക്കാനായിട്ടൊക്കെ അവരുടെ മൈൻഡ് ഒരുപാട് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിലും പറഞ്ഞതാണ് അവരുടെ ആ ഒരു ഇന്നർ വോയിസ് ഒരുപാട് ഇതിനകത്തേക്ക് വരാനായിട്ട് അവരെ പുഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അത്രയും തീവ്രമായിട്ട് അതിനായിട്ട് അവരുടെ ഒരു മൈൻഡ് അതിനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ഒരു കോൺഫിഡൻസ് കൊടുക്കുക. ആഹ് അത് നിൻ്റേതാണ്, നഷ്ടപ്പെടാനുള്ളതല്ല എന്നുള്ള ആ ഒരു ഫീലിംഗ് എനർജിയൊക്കെ നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ മാത്രമല്ല ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു വ്യക്തിക്ക് വലിയതായിട്ടൊരു സാമ്പത്തിക നഷ്ടം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ടൊന്ന് ഡൗൺഫോളായിട്ട് പോകുന്നൊരു സാഹചര്യം ലൈഫിലുണ്ടായി. ചുറ്റുമുള്ളവർ പലരും പറയുന്നുണ്ടാവാം, അവർക്കിനി അത് അതിജീവിക്കാൻ കഴിയുമോ? അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു അധപതനത്തിൽ പെട്ടുപോയല്ലോ എന്നൊക്കെ. പക്ഷെ അപ്പോഴും നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു എനർജി നമ്മളോട് പറയുന്നത്, അത് നമുക്ക് അതിജീവിച്ച് പോവാൻ സാധിക്കും. ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് ഓവർകം ചെയ്യാം. അതിനുള്ളൊരു പവർ എനിക്കുണ്ട് എന്നുള്ളതായിരിക്കും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ
ഒരു വശത്ത് ഒരു സംഘർഷാവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പല കാര്യങ്ങൾ അവരെ സ്റ്റക്ക് ചെയ്ത് നിർത്തുന്നുണ്ടാവാം. എങ്കിലും അവരുടെ ഒരു മൈൻഡ് അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. ഇത് നഷ്ടപ്പെടാനുള്ളതല്ല. അല്ലെങ്കിൽ ഇതിനായിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവേണ്ടതാണ്. ഈ ഒരു ബന്ധം അങ്ങനെ വിട്ട് കളയാനുള്ളതല്ല. ആ ഒരു സോൾമേറ്റ് ഇൻറ്റിമസി കണക്ഷനൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം അത്രയേറെ അതിന് പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാം. പിന്നെ നമ്മളിവിടെ ഈ ഒരു ലാസ്റ്റ് എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണാം ആ ഒരു വാരിയർ എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്റ്റക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാരിയർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു തടസ്സങ്ങളെല്ലാം മാറ്റി അവനവൻ്റെ സ്വന്തം ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. പല തടസ്സങ്ങളുണ്ടാവും. പല കാര്യങ്ങളും നമ്മളെ ഇടയിലിട്ട് വീഴ്ത്തുന്നുണ്ടാവാം. എണീക്കാൻ പറ്റാത്ത പോലത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു വരാം. പക്ഷെ അതെല്ലാം അതിജീവിച്ച് വളരെ കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോകുന്ന ആ ഒരു എനർജിയാണ്. അപ്പോൾ അത്രയും ധീരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മുന്നിലേക്ക് വരാനുള്ളൊരു പ്രേരണ അവരുടെ മനസ്സിനകത്ത് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സാഡ്നെസ് അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ആ ഒരു സങ്കടം, ലോസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് വരുന്നുണ്ട്. ഒരു ആക്ഷൻ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു പേടി പോലെയുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് സന്തോഷത്തിലേക്ക് എത്തിക്കാനാണ് അവരുടെ ഒരു മൈൻഡ് പറയുന്നത്. ഈ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം ആരെയും അറിയിക്കാതെ അവർ കൊണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അത് സന്തോഷത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആ ഒരു പുഷ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മൈൻഡ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട്. അല്ലെങ്കിൽ അവർക്കൊരു ആത്മധൈര്യം കൊടുക്കാനായിട്ട് തന്നെയുള്ള ആ ഒരു ശ്രമം നമുക്കിവിടെ കാണാം. ഒരുപാട് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ഹോൾഡ് ചെയ്ത് നിലനിർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പുറമേ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുടെ ഒരു സാഹചര്യവശാലായിരിക്കാം ഇപ്പോഴത്തെ പോലെ ആ ഒരു ബോർഡർ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും മനസ്സിൽ നിന്ന് ഇത് വിട്ടുപോയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുപാട് പ്രതീക്ഷയുണ്ട്. എത്രയും വേഗം ആക്ഷൻ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ മറികടന്ന് പിന്നെ ഒരു വ്യക്തിയുടെ ഒരു ലോജിക് മൈൻഡ് സെറ്റ് പല കാര്യങ്ങളും വരുമ്പോൾ ആ ഒരു പേഴ്സൺ വീണ്ടും ഒരു ആശയക്കുഴപ്പത്തിലാവുന്നത് പലരും അങ്ങനെയാണ്. കാരണം നമ്മളുടെ ഒരു മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു ഹെഡ് ആൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് പോലെ ഒരു കാര്യം ഒന്നിനെ പ്രേരിപ്പിക്കുന്നു, മറ്റത് വേറൊന്നിനെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സംഘർഷാവസ്ഥ ഭയങ്കരമാണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നീടുള്ള നമ്മളുടെ ഒരു ആക്ഷനായിട്ട് കാര്യങ്ങൾ മാറി മറിയുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു കാര്യം എവിഡൻ്റ് ആണ്. അവർക്ക് മനസ്സുകൊണ്ട് ഒരുപാട് ഒരു കുറ്റബോധവും വിഷമവും നിരാശയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിച്ച് കളയാനായിട്ട് അവർക്ക് കഴിയുമില്ല എന്നുള്ളത്. കാരണം നമ്മൾ നേരത്തെ സ്പ്രെഡിനകത്താണെന്നുണ്ടെങ്കിലും കണ്ടതാണ് അത്രത്തോളം നിങ്ങൾ ഒരു ഡ്രീം ലെവലിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിതെന്നുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരിക്കാം. അവരായിരിക്കാം ചിലപ്പോൾ കൂടുതലും നിങ്ങളെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കും അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകാനായിട്ട് കഴിയുന്നില്ല. അവരുടെ ഒരു മനസ്സിനകത്ത് എന്നുള്ളത് നമുക്കിവിടെ കാണാം. സോ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 2 വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ 4, നമ്പർ 7, നമ്പർ 12 ആൻഡ് നമ്പർ 18. ഇനി അതുപോലെ സോഡിയക് സൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ്. അതിൽ പൈസസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് അക്വേറിയസ്, ഏരീസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടൈം അതിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഒരു പൗർണമി ഡേ ഒക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ നടത്തുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷൻസ് എല്ലാം ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പോസിറ്റീവായിട്ടിരിക്കാനും അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു സമയത്ത് നമുക്കൊരു നെഗറ്റീവ് ചിന്താഗതി വരുന്നു അല്ലെങ്കിൽ നടക്കുമോ ഇല്ലയോ അങ്ങനെയുള്ളൊരു ആശങ്ക തീർച്ചയായിട്ടും കൊടുക്കാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.